സ്വന്തം ജീവിത സുഖത്തിന് വേണ്ടി പങ്കാളിയെ കൊലപ്പെടുത്തുന്നവർ, നൊന്തു പ്രസവിച്ച മക്കളെ കാമുകന് മുന്നിൽ കാഴ്ചവെക്കുന്നവർ. കണ്ണൂർ തളിപ്പറമ്പിലെയും പാലക്കാട് കൊപ്പത്തെയും രണ്ട് സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി അവർ ചെയ്ത ക്രൂരതകളാണ് രണ്ടുപേരുടെയും ജീവിതം അഴിക്കുള്ളിലാക്കിയത്. പാലക്കാട് കൊപ്പത്ത് 3 വർഷം മുൻപ് 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും ജീവപര്യന്തം തടവാണ് ശിക്ഷ. തളിപ്പറമ്പ് മുളപ്പറയിലെ ചാക്കോച്ചനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ച ദിവസം കൂടിയാണിത്. സ്വത്തിനു വേണ്ടി ഭർത്താവിനെ വധിച്ച റോസമ്മയ്ക്കുള്ള വിധി എന്തായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പാലക്കാട് കൊപ്പത്തെ ആ പെൺകുട്ടി കുട്ടിക്കാലം മുതൽ കരയാത്ത ദിവസമുണ്ടാകില്ല. ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട അവൾ പിന്നീട് കഴിഞ്ഞത് അമ്മയുടെ വഴിവിട്ട ജീവിതം കണ്ടാണ്. അമ്മയുടെ 2ാം വിവാഹത്തോടെ രണ്ടാനച്ഛനിൽ നിന്നും കൊടിയ പീഡനം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അയാൾ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ ഒത്താശയോടെ 5 വർഷത്തോളം പീഡിപ്പിച്ചു. 2022-ലാണ് അവളുടെ നരക ജീവിതത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത്. അതോടെ മാതാവും രണ്ടാനച്ഛനും പിടിക്കപ്പെടുന്നു. പട്ടാമ്പി കൊപ്പത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒടുവിൽ 2 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷയും. പ്രതികൾ 2 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് പട്ടാമ്പി പോക്സോ അതിവേഗ കോടതിയുടെ വിധിയിലുണ്ട്. 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ ശിക്ഷാവിധി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ള താക്കീത് കൂടിയാണ്. പട്ടാമ്പി കൊപ്പത്താണ് 16 വയസ്സുകാരി മാതാവിന്റെ അറിവോടെ രണ്ടാനച്ഛനിൽ നിന്ന് 5 വർഷം ലൈംഗികാതിക്രമം നേരിട്ടത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെയാണ് തുടക്കം. മാതാവിന്റെ സഹായത്തോടെ രണ്ടാനച്ഛൻ വീട്ടിൽ വെച്ചും പുറത്തു കൊണ്ടുപോയും കുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തി. 2022-ൽ കൗൺസിലിംഗിനിടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. സ്കൂൾ അധികൃതർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊപ്പം SI MB രാജേഷാണ് കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ചുണ്ടമ്പറ്റ സ്വദേശിനിയായ അമ്മയ്ക്കും നോർത്ത് പാലൂർ സ്വദേശിയായ രണ്ടാനച്ഛനും ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും പട്ടാമ്പി പോക്സോ അതിവേഗ കോടതി നിർദ്ദേശിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, അഡ്വക്കേറ്റ് സന്ദീപ് എന്നിവർ ഹാജരായി. പ്രതികളെ തവനൂർ ജയിലിലേക്ക് മാറ്റും. ന്യൂസ് 18 പട്ടാമ്പി. അയൽവാസികളും ബന്ധുക്കളുമൊക്കെയായി സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. അച്ഛനമ്മമാർ പുറത്തു പോകുമ്പോൾ കുട്ടികളെ സമീപത്തുള്ള ഏതു വീട്ടിലും ഏൽപ്പിക്കാം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. എവിടെയും കഴുകൻ കണ്ണുകൾ. കാസർഗോഡ് ചീമേനിയിൽ 3 വർഷം മുൻപ് 12-കാരിയെ പീഡിപ്പിച്ച കേസ് പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. അയൽവാസിയായ സർക്കാർ ഉദ്യോഗസ്ഥനാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. 2022-ൽ നടന്ന കേസിൽ പ്രതിക്ക് കോടതി 7 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. മാണിയാട് സ്വദേശി പ്രതീഷ് 25,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവിലുണ്ട്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് പ്രതീഷ് കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി മാണിയാട്ട് അടോട്ട് വീട്ടിൽ AV പ്രതീഷിനെയാണ് 7 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 12 വയസ്സുകാരിയാണ് പീഡനത്തിനിരയായത്. 2022 ഡിസംബറിനും 2023 ജനുവരിക്കും ഇടയിലുള്ള ഒരു ദിവസമാണ് പീഡനം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്തെത്തിയ പ്രതി ഹാളിലെ സോഫയിലിരുന്ന് TV കാണുകയായിരുന്ന പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പ്രതി മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്. ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി PM സുരേഷാണ് ശിക്ഷ വിധിച്ചത്. ചീമേനി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന K. അജിതയാണ്.
പ്രോസിക്യൂഷന് വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. സ്വത്ത് തട്ടിയെടുക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്തിയ വീട്ടമ്മ, അതും പ്രായപൂർത്തിയാകാത്ത മകന്റെ സഹായത്തോടെ നടത്തിയ അരുംകൊല. 2013 ജൂലൈയിലാണ് കണ്ണൂർ തളിപ്പറമ്പിന് സമീപം മുളപ്ര എന്ന ഗ്രാമത്തെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. മുളപ്ര സ്വദേശി ചാക്കോച്ചൻ എന്ന കുഞ്ഞുമോനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് കോടതിയുടെ വിധി. കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച ശിക്ഷ വിധിക്കും. ചാക്കോച്ചനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വീടിനടുത്തെ റോഡരികിൽ ഉപേക്ഷിച്ച കേസിലാണ് സംഭവം നടന്ന് 12 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നത്. രാത്രി വീട്ടിലുണ്ടായ വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന് ചാക്കോച്ചനെ അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ്. ചാക്കോച്ചന്റെ വസ്തു തന്റെ പേരിൽ എഴുതി നൽകണമെന്ന് റോസമ്മ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. സംഭവ സമയം മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കൊലയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് 30 മീറ്ററോളം വലിച്ചും തള്ളി നീക്കിയുമാണ് റോസമ്മ മൃതദേഹം റോഡിൽ ഉപേക്ഷിച്ചത്. പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു ചാക്കോച്ചൻ. അതിക്രൂരമായാണ് ചാക്കോച്ചനെ കൊലപ്പെടുത്തിയത്. 7 തവണ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയോട്ടി അടിച്ച് തകർത്തതിനാൽ തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു. കൃത്യത്തിന് ശേഷം ആയുധം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയ പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് നിത്യരോഗിയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും വീട്ടിലേക്ക് പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു റോസമ്മയുടെ മറുപടി. പ്രതിയുടെ ശാരീരിക അവശതയും പ്രായാധിക്യവും വസ്തുതയാണെങ്കിലും ഇവർ നടത്തിയത് ക്രൂരമായ കൊലയാണെന്ന് കോടതി കണ്ടെത്തി. തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിധി പറയുന്ന ആദ്യത്തെ കൊലക്കേസ് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. രണ്ടാമത്തെ കേസായാണ് ചാക്കോച്ചൻ വധം പരിഗണിച്ചത്. KN പ്രശാന്തായിരുന്നു ജഡ്ജി. വാദിഭാഗത്തിനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് U രമേശൻ ഹാജരായി. ന്യൂസ് 18 കണ്ണൂർ. കോഴിക്കോട് വടകര സ്വദേശിനിയായ അസ്മിന 2 വിവാഹം കഴിച്ചതാണ്. 2 പങ്കാളികളിൽ ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. ആ ബന്ധങ്ങൾ വേർപിരിഞ്ഞ ശേഷം കോട്ടയം സ്വദേശിയായ ജോബി ജോർജിനെ പരിചയപ്പെടുന്നു. അത് പിന്നീട് വഴിവിട്ട സൗഹൃദമായി വളർന്നു. തുടർന്ന് കായംകുളത്ത് വാടക വീടെടുത്ത് ഒന്നിച്ച് താമസം. അതിനിടെ അസ്മിനയും ജോബിയും തമ്മിൽ കലഹം പതിവായി. അങ്ങനെ കാമുകിയുമായി തെറ്റിപ്പിരിഞ്ഞ് ജോബി തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലി തേടിയെത്തുന്നു. പിന്നാലെ അസ്മിന അയാളെ കാണാൻ എത്തിയപ്പോഴുണ്ടായ വാക്കുതർക്കമാണ് അരുംകൊലയിൽ കലാശിച്ചത്. പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായപ്പോൾ പ്രതി നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ജോബിയെ കോഴിക്കോട് നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെയാണ് യുവതിയെ ആറ്റിങ്ങലിലെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി യുവതിയുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കോഴിക്കോട് സ്വദേശിയായ അസ്മിനയാണ് മരിച്ചതെന്ന് മനസ്സിലായത്. ലോഡ്ജിൽ 5 ദിവസം മുമ്പ് ജോലിക്കെത്തിയ ജോബി ജോർജിന്റെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ യുവതി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ലോഡ്ജിൽ എത്തിയതെന്ന് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. പുലർച്ചെ 5 മണിക്ക് ജോബിൻ ജോർജ് ലോഡ്ജിന് പുറത്തേക്ക് പോകുന്നത് CCTV ക്യാമറകളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അസ്മിനയുടെ മൊബൈൽ ഫോൺ പ്രതി കൊണ്ടുപോയിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കായംകുളത്ത് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോകവേ പ്രതിയെ കോഴിക്കോട് വെച്ച് പിടികൂടിയത്. കൊല്ലപ്പെട്ട അസ്മിനയും പ്രതി ജോബിയും പരിചയപ്പെടുന്നത് കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണെന്ന് പോലീസ് പറയുന്നു. അവിടെ പാചകക്കാരിയായ അസ്മിനയും റിസപ്ഷനിസ്റ്റായ ജോബിയും ഒരുമിച്ചായിരുന്നു താമസം. ഇരുവരും തമ്മിൽ തെറ്റിയതോടെ രണ്ടുപേരും കായംകുളത്തെ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ചു. തുടർന്നാണ് 5 ദിവസം മുമ്പ് ജോബി ആറ്റിങ്ങലിൽ ജോലിക്കെത്തിയത്. തിരിച്ചറിയൽ രേഖകൾ ഒന്നും നൽകാതെയാണ് ജോബി ലോഡ്ജിൽ ജോലിക്ക് പ്രവേശിച്ചത്. രേഖകൾ ഭാര്യ കൊണ്ടുവരുമെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് അസ്മിന ജോബിയെ തിരക്കി ലോഡ്ജിലേക്ക് എത്തിയത്. അസ്മിനയ്ക്ക് ജോബി ഇതേ ലോഡ്ജിൽ തന്നെ മുറി നൽകുകയും ചെയ്തു. ലോഡ്ജിലെ ജോലികൾ തീർത്ത ശേഷം രാത്രി 12 മണിയോടെയാണ് ജോബി അസ്മിനയുടെ മുറിയിലേക്ക് പോയത്. തുടർന്ന് ഇരുവരും മുറിക്കകത്ത് വെച്ച് മദ്യപിക്കുകയും വാക്കുതർക്കം ഉണ്ടാവുകയുമായിരുന്നു.
അസ്മിന ഇതിനു മുമ്പ് 2 വിവാഹം കഴിച്ചിരുന്നു. 2 വിവാഹ ബന്ധങ്ങളും വേർപ്പെടുത്തുകയും ചെയ്തു. 2 വിവാഹത്തിലായി ഇവർക്ക് 2 കുട്ടികളുമുണ്ട്. അസ്മിന തന്റെ 2ാം വിവാഹത്തിലുള്ള മകളെ കാണാൻ പോകുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. മദ്യക്കുപ്പികൾ കൊണ്ട് ഇരുവരും പരസ്പരം ദേഹോപദ്രവം ഏൽപ്പിച്ചു. ഇതിനിടെ തലക്കടിയേറ്റ് നിലത്ത് വീണ അസ്മിനയെ ജോബി കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ്. മംഗലാപുരത്തേക്ക് പോകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് പോയത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യത്തിലല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് തന്നെ അറിയാമായിരുന്നു ഇവർ തീർന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയത്. ജോബി ജോർജ് ആദ്യം ഒരു വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്തു. തുടർന്ന് കൊട്ടാരക്കര സ്വദേശിനിയായ യുവതിയുമൊത്തായിരുന്നു താമസം. ഇവരെയും ജോബി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അത് സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അസ്മിനയുമായി പരിചയത്തിലാകുന്നത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ SHO അജയൻ, SI ജിഷ്ണു, ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. കൊല്ലം കണ്ണനല്ലൂരിന് സമീപം കക്കാക്കുന്നെന്ന ഒറ്റപ്പെട്ട പ്രദേശം. ഇവിടെ ആളൊഴിഞ്ഞ വീട്ടിൽ ഏതാനും ദിവസങ്ങളായി ഒരു സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കിണറ്റിൽ നോക്കിയപ്പോൾ ഒരു മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ. പോലീസും ഫയർഫോഴ്സും എത്തി മൃതദേഹം പുറത്തെടുത്തതോടെയാണ് മരിച്ചത് മയ്യനാട് സ്വദേശി ജേക്കബാണെന്ന് വ്യക്തമായത്. ജേക്കബിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയതോടെ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറയുന്നു. ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്നത് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. 4 ദിവസമായി സമീപത്തെ പുരയിടത്തിൽ ഒരു ആക്ടിവ സ്കൂട്ടർ ഇരിക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് കിണറ്റിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് മനസ്സിലായതോടെ പോലീസിനെ അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഒരു സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് സ്കൂട്ടർ ഇരിക്കുന്നു. അങ്ങനെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടാണ് ആ വീട്ടുകാർ വന്ന് ഇവിടെ നോക്കിയത്. വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സ്മെല്ലിരിക്കുന്നത് കണ്ടു. അങ്ങനെ സ്മെല്ല് നോക്കി അവർ ചെന്നപ്പോൾ കെട്ട് നോക്കിയപ്പോൾ ആരോ കിടക്കുന്നതായിട്ട് തോന്നി. ചാക്കെട്ടാണ്ട് കിടക്കുന്നതായിട്ട് അവർ തോന്നിയത്. വേസ്റ്റ് അങ്ങനെ ആയിരിക്കും അവർ ആദ്യം വിചാരിച്ചത്. അങ്ങനെ പോലീസിനെ അവർ അറിയിച്ചങ്ങനെയാണ് പോലീസ് ഫയർഫോഴ്സ് വന്ന് ബോഡി പുറത്തെടുത്തിട്ടുണ്ട്. ജേക്കബിനെ കാണാനില്ല എന്ന് കാട്ടി സഹോദരി കുണ്ട്ര പോലീസിൽ പരാതി നൽകിയിരുന്നു. കുണ്ട്രയിലെ ഒരു വീട്ടിൽ വൃദ്ധ ദമ്പതിമാരെ ജേക്കബ് പരിചരിച്ചു വരികയായിരുന്നു. മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഈ പ്രദേശം ആളൊഴിഞ്ഞതായതിനാൽ ഇവിടെ കൂട്ടമായി മദ്യപാനത്തിനായി ആളുകൾ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് താഴ്വശത്തെ കിണറ്റിൽ സ്മെല്ല് വരുന്നുണ്ട്, തൊട്ടടുത്തൊരു സ്കൂട്ടറും ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പം കിണറ്റിൽ നിന്ന് ഈച്ച പറക്കുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പം സംശയം തോന്നി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് കൊട്ടിയം പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി എന്തായാലും ബോഡി വെളിയിലെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഈ മദ്യപിക്കാനായിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. അങ്ങനെ എങ്ങാനും കൂടി വന്നാൽ എന്തുവാന്ന് അതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇതെങ്ങനെ സംഭവിച്ചത് എന്തുവാന്നും യാതൊരു വിവരവുമില്ല. ഇടയ്ക്ക് ജേക്കബ് ഇവിടെ വന്നു പോകാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ കൊട്ടിയം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ചേർത്തലയിലെ ഐഷ എന്ന വീട്ടമ്മയെ സെബാസ്റ്റ്യൻ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? അതിനയാളെ പ്രകോപിപ്പിച്ചതെന്താകും? ഐഷ കൊലക്കേസിലും ചുരുളഴിഞ്ഞതോടെ സൈക്കോ കില്ലർ സെബാസ്റ്റ്യനെതിരെ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചേർത്തല പോലീസ്. അതിനായി പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. ഈ മാസം 28 വരെയാണ് ചേർത്തല മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. സെബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ബിന്ദു പത്മനാഭൻ ജയിലമ കേസുകൾക്ക് പിന്നാലെ 3ാമത്തെ കൊലപാതക കേസിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുക്കുന്നത്.
ചേർത്തല വാരനാട് സ്വദേശിയായ ഐഷയെ 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണത്തിനുമായി സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അത് സ്ഥിരീകരിക്കുന്ന നിർണായക സാക്ഷിമൊഴിയും പോലീസിന് ലഭിച്ചതോടെയാണ് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തുകൊണ്ട് ചേർത്തല കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ലൈസാദ് മുഹമ്മദ് റിപ്പോർട്ട് നൽകിയത്. പിന്നാലെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു. ഈ മാസം 28 വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. കൊലപാതകത്തിൽ സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ടെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ എം വിനോദും കോടതിയെ അറിയിച്ചു. എന്നാൽ തനിക്ക് ഒന്നും അറിയില്ലെന്ന പതിവ് നിലപാടിലായിരുന്നു സെബാസ്റ്റ്യൻ. അന്വേഷണ സംഘത്തോടുള്ള നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ്. ഐഷ വസ്തു രജിസ്ട്രേഷനായി കരുതി വെച്ചിരുന്ന 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണമാലയും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയിരുന്നതായി അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പണം തിരികെ ചോദിച്ച ഐഷയെ സെബാസ്റ്റ്യൻ മുഖത്തടിച്ചതായും മൊഴിയിലുണ്ട്. പിറ്റേ ദിവസം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് പോയ ഐഷ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത്. ഐഷയെ കാണാതായതിനു ശേഷം സെബാസ്റ്റ്യൻ ഇരുവരും തമ്മിലുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് കൂട്ടുകാരിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഐഷ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ഉണ്ടെന്ന് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തലാണ് എഴുതിത്തള്ളിയ കേസ് വീണ്ടും വെളിച്ചം കാണാൻ ഇടയാക്കിയത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കൊടും കുറ്റവാളിയായ തോക്ക് ലത്തീഫ് പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. കാപ്പ ഉൾപ്പെടെ ചുമത്തി ജയിലിനടച്ച ഇയാൾ ഒരാഴ്ച മുൻപാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. ഇതോടെ പഴയ പണി തുടങ്ങി. തോക്കിന് പകരം കത്തിയും കൊണ്ടാണ് നടപ്പ്. ആളുകളെ വഴിയിൽ തടഞ്ഞു നിർത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും കൊള്ളയടിക്കും. കാസർഗോഡ് യുവാവിൽ നിന്ന് സ്വർണമാല തട്ടിയെടുത്ത കേസിൽ ഇയാൾ വീണ്ടും പിടിയിലായി. കർണാടകയിലും കേരളത്തിലുമായി നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ലത്തീഫ്. യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 3 പവന്റെ സ്വർണമാല തട്ടിയെടുത്ത കേസിലാണ് പ്രതി പിടിയിലായത്. കൊടും കുറ്റവാളിയായ തോക്ക് ലത്തീഫ് എന്നറിയപ്പെടുന്ന അബ്ദുൾ ലത്തീഫാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ കർണാടകയിലും കേരളത്തിലുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. കാപ്പ ഉൾപ്പെടെ ചുമത്തി ജയിലിലടച്ച പ്രതി ഒരാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെയും മറ്റ് രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരം പോലീസ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയത്. ഉപ്പള ബന്ദിയോടിൽ നിന്നും തൊണ്ടി മുതലടക്കമാണ് ഇയാൾ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ASP ഡോക്ടർ M നന്ദഗോപന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയിൽ ആശുപത്രികളിൽ എത്തുന്നവരെ സൂക്ഷിക്കണം. അവർ ഏതു സമയവും അക്രമാസക്തരാകാം. ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കാം. പെരുമ്പാവൂരിൽ കഴിഞ്ഞ രാത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ മർദ്ദിച്ചത് മദ്യലഹരിയിലെത്തിയ യുവാവാണ്. പെരുമ്പാവൂർ സാഞ്ചോ ആശുപത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ പോലീസ് എത്തിയാണ് കീഴ്പ്പെടുത്തിയത്. മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കിയതിന് സുഹൃത്തുക്കളാണ് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആരെങ്കിലും ബലാത്സംഗം ചെയ്യണം, എന്ത് കോപ്പ ചെയ്യാം എന്ന് പറ. ഇവരുടെ കേസ് ഇവര് കേസ് കൊടുത്ത് കൊടുക്കും. ഏത് കേസ്? ആര് കേസ് കൊടുത്തു? വളയംചിറങ്ങര സ്വദേശി ജിസാറിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെയും സെക്യൂരിറ്റിയെയും മർദ്ദിച്ചുവെന്നാണ് പരാതി. കൂടാതെ ഇവിടെയുള്ളവരോട് അസഭ്യം പറയുകയും ചെയ്തു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് സുഹൃത്തുക്കളാണ് ഇയാളെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിയ ഉടനെ അക്രമാസക്തനായി. എന്ത് എന്താ ചെയ്യാം? ആരെങ്കിലും ബലാത്സംഗം ചെയ്യണം, എന്ത് കോപ്പ ചെയ്യാം
ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ജിസാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ജിസാറിനെ റിമാൻഡ് ചെയ്തു. ഇയാളെക്കുറിച്ച് നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. 2.5 ലക്ഷം രൂപ നൽകിയാൽ എഞ്ചിനീയറിംഗ് ബിരുദം, അതും ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. +2 യോഗ്യത മാത്രമുള്ള യുവാവിനെയാണ് ജപ്പാനിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി കബളിപ്പിച്ചത്. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയായ ഷിബുവിനെ പറ്റിച്ചത് സുഹൃത്ത് അനൂപാണ്. നഷ്ടപ്പെട്ട പണം തിരികെ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ലെന്നും യുവാവിൻ്റെ പരാതിയിൽ പറയുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ഇയാൾ നിരവധി പേരെ തട്ടിപ്പിന് ഇരകളാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. തിരുവമ്പാടി പഞ്ചായത്തിലെ മരക്കാട്ടുപുറം സ്വദേശിയായ കൊളംപള്ളിയിൽ ഷിബുവിനാണ് ചെന്നൈ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. +2 മാത്രം യോഗ്യതയുള്ളയാളാണ് ഷിബു. സുഹൃത്തായ കോടഞ്ചേരി ശാന്തിനഗർ സ്വദേശി അനൂപാണ് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയതെന്ന് താമരശ്ശേരി ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ജപ്പാനിലേക്ക് നല്ല ജോലിക്കുള്ള വിസയുണ്ട് എന്ന് പറഞ്ഞ് 2.5 ലക്ഷം രൂപ അനൂപ് ഷിബുവിൽ നിന്ന് വാങ്ങിയിരുന്നു. പോകാനായി കുറച്ചു പേപ്പർ വർക്കുകൾ ആവശ്യമുണ്ടെന്നും അതൊക്കെ താൻ ശരിയാക്കിക്കോളാം എന്നും പറഞ്ഞ് പണവും വാങ്ങി. തന്റെ സ്വർണം വരെ വിറ്റാണ് പണം നൽകിയതെന്നും ഷിബുവിന്റെ ഭാര്യ പറഞ്ഞു. അനൂപ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. കുറച്ചു കാലങ്ങളായിട്ട് രണ്ടാളും തമ്മിൽ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ ജപ്പാനിലേക്ക് ഒരു വിസ ഉണ്ടെന്ന് പറഞ്ഞ് നല്ലതാണ്, അവിടെ പോയാൽ നല്ലതാണ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങളും കൂടി പോവാം, അങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്ഛൻ ഇവിടുന്ന് പൈസ കൊടുത്തത്. എൻ്റെ സ്വർണ്ണമാല താലിമാല ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴായിട്ട് പൈസ കൊടുത്തത്. സംശയം തോന്നിയപ്പോൾ ആണ് ഞങ്ങൾ ഞാൻ അവിടെ പോയിട്ട് ഏട്ടൻ കുടുങ്ങി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പൈസ ചോദിച്ചു. അപ്പോൾ പൈസ ചോദിച്ചപ്പോൾ ഞാൻ തരൂലെന്ന് പറഞ്ഞ് പിന്നെ ഭീഷണിപ്പെടുത്തി. എന്നെയും പിന്നെ കുട്ടീനെ പിന്നെ അമ്മേനെ എല്ലാവരെയും നല്ല മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഷിബുവിന്റെ പേരിലുള്ള എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് സംഭവത്തിൽ പന്തികേട് തോന്നിയതെന്ന് കുടുംബം പറയുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുമായി പോയാൽ കുടുങ്ങുമെന്നതിനാൽ പണം മടക്കി ചോദിച്ചിട്ടും തിരികെ നൽകാൻ അനൂപ് തയ്യാറായില്ല. തുടർന്ന് ഈ മാസം 16-ന് താമരശ്ശേരി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഷിബുവിന്റെ അച്ഛൻ ബാബു ആരോപിച്ചു. അപ്പോൾ ഇത് കാണിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ 2-3 പേരെ കാണിച്ചു പറഞ്ഞു, ഇതുകൊണ്ട് പോയാൽ ചെക്കൻ അവിടെ പോയി തൂങ്ങുമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞു പൈസ തിരിച്ചു മേടിച്ചു, നമുക്ക് അങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ അവനോട് പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ഫോണിൽ കൂടെ വേണ്ടാത്ത തെറികളെല്ലാം വിളിച്ചു പറഞ്ഞ് അനൂപ് വേണ്ടാത്ത തെറികളെല്ലാം വിളിച്ചു പറഞ്ഞത് തന്നെ പോരാഞ്ഞിട്ട് അതിനിടയ്ക്ക് ഇവൻ 1,15,000 രൂപ എനിക്ക് തിരിച്ചു തരികയും ചെയ്തു. ബാക്കി 1,35,000 രൂപ എനിക്ക് ചിലവായി. നിങ്ങൾ കണ്ട പോലെ മേടിച്ചു, പിന്നെ കിട്ടും പോലെ മേടിച്ചു. പിന്നെ എനിക്ക് ആ പൈസ ബാക്കിയുള്ള ചിലവായി. പിന്നെ നീ നിൻ്റെ എവിടെ നിന്നൊക്കെ കൊണ്ട് കേസ് കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കൂടെ ചെയ്തിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് സൂചന. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് അനൂപ് പലരെയും വഞ്ചിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. ഇല്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണുന്നില്ല. ഇതിന് പുറകിൽ വേറെ ഒരുപാട് ഇത് നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവനെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതിൽ കുടുങ്ങിയത് ആരൊക്കെയാണെന്നോ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞങ്ങളിത് പേടിച്ചിട്ടാണ് ഇതിൽ നിന്നും പിന്മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു അന്വേഷണത്തിൽ നടപടിയെടുക്കണം എന്ന് പറയുകയാണ്. സർവകലാശാല ജീവനക്കാർക്ക് ആർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഏറെ ഗൗരവമുള്ള വിഷയത്തിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് 18 മുക്കം. കൊല്ലം കിളികൊല്ലൂർ സ്വദേശി വിഷ്ണുവും ഭാര്യ രമ്യയും വലിയ തട്ടിപ്പുകാരാണ്. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടുന്നതാണ് ഇവരുടെ രീതി. കുളത്തൂപ്പുഴയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 74,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പല സ്ഥലങ്ങളിലും സമാന രീതിയിൽ മുക്കുപണ്ടം പണയം വെച്ചിട്ടുണ്ടെന്ന് പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു.
കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഉച്ചയ്ക്ക് കുളത്തുപുഴയിലെ ലക്ഷ്മി ഫിനാൻസ് എന്ന സ്ഥാപനത്തിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. രമ്യയും ഭർത്താവ് വിഷ്ണുവും പ്യൂരിറ്റി കുറഞ്ഞ സ്വർണം മറ്റൊരു ലോഹവുമായി വിളക്കിച്ചേർത്ത 1 പവന്റെ ആഭരണം യഥാർത്ഥ സ്വർണമാണെന്ന് ധരിപ്പിച്ച് പണയം വെച്ച് 74,000 രൂപ കൈക്കലാക്കുകയായിരുന്നു. ആഭരണത്തിൽ ഇവർ 30,000 രൂപ ചെലവഴിച്ച് സ്വർണം പൂശിയതായി പോലീസ് കണ്ടെത്തി. ഇത് വിദഗ്ധർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള നിർമ്മാണമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഈ പ്യൂരിറ്റി കുറഞ്ഞ സ്വർണം മറ്റേതോ ലോഹത്തിൽ വിളക്കി ചേർത്ത 1 പവൻ ആഭരണം കൊണ്ട് പണയം വയ്ക്കുകയും പണയം വെച്ച് 74,000 രൂപ ഈ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ലക്ഷ്മി ഫിനാൻസുകാരെ വഞ്ചിച്ച് കൈക്കലാക്കുകയും അതിനുശേഷം അവർ നാടുവിട്ടുപോവുകയും ചെയ്തു. തട്ടിപ്പ് നടത്തിയ ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് സ്ഥാപനത്തിലെ ജീവനക്കാർ സ്വർണം വിശദമായി പരിശോധിച്ചപ്പോഴാണ് മുക്കുവണ്ടമാണെന്ന് മനസ്സിലായത്. സ്ഥാപന അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുളത്തുപുഴ പോലീസ് കേസെടുത്തത്. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ വയനാട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. SI പൗലോസ്, പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ്, സാബിൻ, ഷീബ എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് വയനാട്ടിൽ പോയി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ പല സ്ഥലങ്ങളിലും സമാന രീതിയിൽ മുക്കുവണ്ടം പണയം വെച്ചിട്ടുണ്ടെന്ന് പ്രതികൾ സമ്മതിച്ചു. ഇവർക്ക് കമ്മീഷൻ വ്യവസ്ഥയിലാണ് പണം ലഭിച്ചിരുന്നത് എന്നും തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നു എന്നും പോലീസ് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 പുനലൂർ. സംസ്ഥാനത്തേക്ക് പിന്നെ എങ്ങനെയാണ് സേനയിൽ തിരിച്ചെത്തിയത്? പേരാമ്പ്രയിൽ പോലീസും UDF പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് എന്നാണ് ആരോപണം. സംഘർഷ സമയത്ത് കൂടുതൽ ദൃശ്യങ്ങൾ ഷാഫി പുറത്തുവിട്ടു. എന്നാൽ ഷാഫി പറമ്പിൽ MPയുടെ ആരോപണങ്ങളെ അഭിലാഷ് ഡേവിഡ് തള്ളി. പേരാമ്പ്രയിൽ MPക്കെതിരെ മർദ്ദനം അഴിച്ചുവിട്ടത് പോലീസിൽ നിന്ന് തന്നെയുള്ള കുഴപ്പക്കാർ എന്ന് റൂറൽ SP വ്യക്തമാക്കി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കെതിരെയും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്നും അഭിലാഷ് ഡേവിഡിന് CPM ബന്ധമുണ്ടെന്നും ഷാഫി ആരോപിച്ചു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എൻ്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റിൽ, തൊട്ടടുത്ത സെക്കൻഡിൽ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെൻ്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എൻ്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അഭിലാഷ് ഡേവിഡ് ഉൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 2023 ജനുവരിയിൽ ക്രിമിനൽ ബന്ധത്തിന്റെ പേരിൽ നടപടിയുണ്ടായിരുന്നു. പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിൽ തിരികെ കയറ്റിയെന്ന ഗുരുതര ആരോപണവും MP ഉന്നയിച്ചു. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPMന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയുടെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് അഭിലാഷ് ഡേവിഡ്. തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നില്ല, സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായത്. ഷാഫിക്ക് മർദ്ദനമേറ്റ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്നും അഭിലാഷ് പറഞ്ഞു. ഞാനില്ലാത്ത സംഭവത്തിൽ ഞാൻ എന്ത് പറയാൻ വേണ്ടി? ഇല്ല, എനിക്ക് വേറെ ഡ്യൂട്ടി ആയിരുന്നു. അന്ന് എനിക്ക് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അവിടെ വേറെ ഓഫീസേഴ്സിനായിരുന്നു ഡ്യൂട്ടി. ഡിപ്പാർട്ട്മെന്റിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു എൻക്വയറി കംപ്ലീറ്റ് ആയി, അതിനുശേഷം എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. പേരാമ്പ്രയിൽ നടന്നത് പോലീസ് അതിക്രമമാണെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുമുള്ള ആരോപണവും ഷാഫി ആവർത്തിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനായിരുന്നു ഈ ശ്രമം. കേസിൽ ഇതുവരെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും നിയമ പോരാട്ടം തുടരുമെന്നും MP വ്യക്തമാക്കി. അഭിലാഷ് ഡേവിഡിനെതിരെ ഗുരുതരമായ അഴിമതി കേസുകളുണ്ടെന്നും ഇയാൾ ഗുണ്ട മാഫിയ ബന്ധമുള്ള ആളാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സ്വർണം പൊതിഞ്ഞ പാളികളാണെന്ന് അറിഞ്ഞിട്ടും അതെല്ലാം ചെമ്പ് പാളികളാക്കിയവനാണ് മുരാരി ബാബു.
2019 ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ബാബു പല കള്ളത്തരത്തിനും കൂട്ടുനിന്നു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഗുരുതര വീഴ്ചകളാണ് ഇയാൾക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ദ്വാരപാലക ശില്പം പുറത്തേക്ക് പോയതിലുൾപ്പെടെ മൂരാരിയുടെ പങ്ക് പുറത്തു വന്നതോടെയാണ് അറസ്റ്റ്. കേസിൽ പിടിയിലായ ബാബുവിനെ 14 ദിവസത്തേക്ക് റാന്നി കോടതി റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് മൂരാരി ബാബു ഗൂഢാലോചന നടത്തിയതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബുധനാഴ്ച രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുത്തത്. ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ചോദ്യം ചെയ്യലിന് ശേഷം രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വൈകിട്ടോടെ റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തു. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് ഇയാൾ രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായും റിപ്പോർട്ടിലുണ്ട്. പോറ്റിയെ ചോദ്യം ചെയ്തു വരികയാണ്. പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതിനുശേഷം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ മതിയെന്നാണ് SIT കോടതിയെ അറിയിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. 1998 ശ്രീകോവിലിലും ദ്വാരപാലക പാളികളിലും സ്വർണം പതിച്ചത് അറിയാമായിരുന്ന മുരാരി ബാബു 2019 24 ഇത് ചെമ്പെന്ന് രേഖകളിലെഴുതി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിനു പിന്നിൽ മുരാരി ബാബുവാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും SITയുടെയും കണ്ടെത്തൽ. പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരി ബാബുവാണ്. നിലവിൽ മുരാരി ബാബു സസ്പെൻഷനിലാണ്. കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തേക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നറുക്കെടുപ്പ്. സർക്കാരിൻ്റെ ഓണം ബമ്പറിന് സമാനമായ ലോഗോയും കണ്ടതോടെ പോലീസിൻ്റെ പിടി വീണു. ഇത് സർക്കാരിൻ്റെ ഓണം ബമ്പർ വിൽപ്പനയെ ബാധിച്ചതോടെയാണ് വ്യാപാരി വ്യവസായി സമിതിക്ക് കുരുക്കായത്. സംഭവം വിവാദമായതോടെ പോലീസ് കേസെടുത്തു. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. കൊല്ലം ജില്ലാ വ്യാപാരി വ്യവസായ സമിതി സർക്കാരിന്റെ ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ ലോട്ടറി അടിച്ച് വിൽപ്പന നടത്തിയെന്നാണ് പരാതി. ഓണം ബമ്പറിന് സമാനമായ ലോഗോയും മഹാ ഓണം ബമ്പർ എന്ന പേരിലുമായിരുന്നു നറുക്കെടുപ്പ്. സംസ്ഥാന ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ച് പരസ്യമായി നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. നറുക്കെടുപ്പ് നടത്തുന്നില്ലെന്നായിരുന്നു വ്യാപാരികൾ അറിയിച്ചത്. ദൃശ്യങ്ങൾ സഹിതം പുറത്തുവന്നതോടെയാണ് പോലീസ് കേസെടുത്തത്. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ, സെക്രട്ടറി സുനിൽ ഷംസുദ്ദീൻ, ട്രഷറർ R. സന്തോഷ് എന്നിവരെ പ്രതികളാക്കിയാണ് കേസ്. വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളും ചുമത്തി. ലോട്ടറി നടത്തിപ്പ് സർക്കാരിന്റെ ഓണം ബമ്പർ വിൽപ്പനയെ ബാധിച്ചെന്നും ഇത് ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും പരാതിയിലുണ്ട്. ന്യൂസ് 18 കൊല്ലം. എറണാകുളത്ത് ലളിതകലാ അക്കാദമി സംഘടിപ്പിച്ച കലാപ്രദർശനത്തിൽ ഫ്രഞ്ച് കലാകാരിയുടെ സൃഷ്ടികൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ച സംഭവമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. അശ്ലീല പ്രയോഗങ്ങളുണ്ടെന്ന് ആരോപിച്ചാണ് ആർട്ടിസ്റ്റ് TH ഹോസ്റ്റ്മിൻ 7 ചിത്രങ്ങൾ കീറിയെറിഞ്ഞത്. പ്രതിഷേധത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലളിതകലാ അക്കാദമിയും കലാകാരി ഖനാൻ ബനാമറും പ്രതികരിച്ചു. കലാസൃഷ്ടിയിൽ അസഭ്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി, എറണാകുളത്തെ ആർട്ട് ഗാലറി രീതിയിലുള്ള ഒരു അക്രമ സംഭവം ഉണ്ടായത്. ഇതിവിടെ ഫ്രഞ്ച് കലാകാരി, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്രഞ്ച് കലാകാരി ഹനാൻ ബനാമറിൻ്റെ അവരുടെ പ്രദർശനമാണ്, അവരുടെ കലാസൃഷ്ടികളാണ് കയറി എറിഞ്ഞത്. ഇത് അവരുടെ കലാസൃഷ്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് നടന്നു പോരുകയായിരുന്നു. ഇതിൽ ഇവരുടെ കലാസൃഷ്ടികളുടെ മലയാള പരിഭാഷയാണ് കീറിയെറിഞ്ഞത്. മലയാളത്തിൽ മൊഴിമാറ്റിയ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന സൃഷ്ടിയിലെ പ്രയോഗങ്ങൾ ഇത് അസഭ്യ പ്രയോഗങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കലാകാരൻ തന്നെയായ ഹോച്ച്മിൻ ഇത് കീറി എറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്.
ഇതിൽ ലിനോ കട്ട് ഗ്രാഫിക് പ്രിൻ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിൽ അവർ നേരിട്ട അവരുടെ ഒരു അനുഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു പരിഭാഷ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്തത്. ഇന്ന് ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ നേരിട്ടെത്തി അവർ തന്നെ ഇതിലൊരു പ്രതിഷേധം അറിയിച്ചു. കലാകാരന്മാർ തന്നെ ഇതിനെതിരെ തിരിയുന്നത്, കലാകാരന്മാർ തന്നെ ആക്രമിക്കുന്നത് 2 വട്ടമെങ്കിലും ആലോചിക്കണം എന്നവർ പറയുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പ്രതികരിക്കുകയും ചെയ്തു. I don't know what to say. I hope artists can think twice before attacking other artists like this physically with their work. ഈ വിഷയം ഏറെ ഞെട്ടിക്കുന്നതാണെന്നും ആർട്ട് ഗാലറിയിൽ ഇത് ആദ്യമായാണ് ഇതുപോലുള്ള കേരളത്തിൽ തന്നെ ഒരു കലാകാരന്മാർ അവരുടെ സൃഷ്ടികൾ അത് ഈ രീതിയിൽ അവർക്ക് പരിക്കേൽക്കുന്ന, അവരുടെ കലാസൃഷ്ടികൾക്ക് പരിക്കേൽക്കുന്ന രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇതിൽ ലളിതകലാ അക്കാദമിയും ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ലളിതകലാ അക്കാദമിയുടെ നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്നത്, അതായത് 10 ആർട്ടിസ്റ്റുകളെ എല്ലാ വർഷവും അവർ 10 വർഷത്തിനായിട്ട് സാലറി കൊടുത്തുകൊണ്ടൊരു വലിയൊരു അവാർഡ് കൊടുക്കും. ആ വലിയ അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ നോർവീജിയൻ ഗവൺമെൻറ് അത് നിയമപരമായിട്ട് മുന്നോട്ട് നീക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവിടെ നടക്കുന്ന പ്രദർശന ഹാളിലേക്ക് ഇവിടെ മറ്റൊരു കലാകാരൻ തന്നെ ഹോച്ച്മിൻ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ സൃഷ്ടികളിൽ ഇവിടെ വരികയും ഇത് കീറിയെറിയുകയും എല്ലാം തന്നെ ചെയ്തത്. എന്തായാലും ഇത് കടുത്ത പ്രയോഗങ്ങൾ തന്നെയാണ് ഇതുള്ളത്. അത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഹോച്ച്മിൻ്റെയും ഒരു നിലപാട്. ഈ തെറി കലയാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും അക്കാദമി അംഗീകരിക്കുമോ? എത്രയോ വർക്കുകൾ ഷോ നടത്താനായിട്ടെല്ലാം ഇവർ ജൂറി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു. എന്നിട്ട് ഈ തെരുവാക്കുകൾക്ക് അവരെങ്ങനെ പ്രചോദനം കൊടുക്കുന്നത്? ഷോ നടത്താൻ വേണ്ടി അവരെങ്ങനെ സെലക്ട് ചെയ്തു? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് വ്യക്തമാക്കാൻ അക്കാദമി തയ്യാറാവണം. അതുകൊണ്ട് ഇവർ എന്തൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നിയമ നടപടി പോകട്ടെ. ഞാൻ ചെയ്തപ്പോഴും ശരി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയുടെ രചനകൾക്കാണ് ഈ രീതിയിലേക്ക് ഒരു അതിക്രമം നേരിടേണ്ടി വന്നത്. അത് കേരളത്തിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു ആർട്ട് ഗാലറിക്കകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നതാണ് കലാസ്വാദകരെയും ഇതിൽ വളരെ വേദനിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. കാരണം അക്കാദമി ഹാളിൽ ഇത് പ്രദർശനം തുടങ്ങിയപ്പോൾ മുതൽ ഒരു വിഭാഗം പേർ ഇതിനെതിരെ ഇത് ഒരു അസഭ്യ പ്രയോഗങ്ങളാണ്, ഇത് വേണ്ട വിധം ആലോചിച്ചില്ല ഈ പ്രദർശനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രതിഷേധവുമായി വന്നിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഈ സൃഷ്ടികൾക്ക്, നശിപ്പിക്കപ്പെട്ട സൃഷ്ടികൾ ഇത് ഈ രീതിയിൽ തന്നെ കിടക്കും. ആ പ്രദർശനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അക്കാദമിയുടെ തീരുമാനം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്തെ റെസ്റ്റോറന്റുകളിൽ GST വിഭാഗത്തിന്റെ വ്യാപക പരിശോധന. ഓപ്പറേഷൻ ഹണിഡൂക്സ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 157.87 കോടി രൂപയുടെ തട്ടിപ്പ്. ബാലരാമപുരത്ത് ഓട്ടോറിക്ഷയിലെത്തിയ സംഘം പൊതുസ്ഥലത്ത് സ്ഫോടക വസ്തു എറിഞ്ഞു. മംഗലത്തുകോണം ക്ഷേത്രത്തിന് സമീപം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ 1ാം വർഷ PG വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരവുമായി 2 യുവാക്കൾ അറസ്റ്റിൽ. 7 കിലോ കഞ്ചാവുമായി പിടിയിലായത് പരിയാരം സ്വദേശി തമ്പിലാൻ ജിൻസ്റ്റോൺ, പാച്ചേരി സ്വദേശി അഭിനവ് എന്നിവർ. ബംഗളൂരു പയ്യന്നൂർ റൂട്ടിലോടുന്ന ടൂറിസ്റ്റ് ബസ്സിൽ 2 ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഈ നാട്ടിൽ നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷ ഒരുക്കേണ്ടവർ. എന്നാൽ ഇക്കാലത്ത് കാക്കിയിട്ടവർ ക്രിമിനലുകളെക്കാൾ കഷ്ടമാണ്. അഴിമതിക്കാരും കൈക്കൂലിക്കാരും പെണ്ണുപിടിയന്മാരും സേനയ്ക്ക് നാണക്കേടാകുന്നു. പാറശാലയിൽ 19കാരിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയത് ഒരു പോലീസുകാരനാണ്. 2 ദിവസം മുൻപ് പാറശാല കുടങ്ങാവിളയിൽ വെച്ച് കാറിലെത്തിയ പ്രതി കാൽനട യാത്രക്കാരിയായ പെൺകുട്ടിയോട് വഴി ചോദിച്ചു. പെൺകുട്ടി വഴി കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ പോലീസുകാരനായ രഞ്ജിത്ത് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. വാഹനത്തിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നത്തുകാൽ സ്വദേശി രഞ്ജിത്തിനെ പോലീസ് പിടികൂടിയത്.
കാക്കിയിട്ട ക്രിമിനലുകളെ ഭരണകൂടം തന്നെ സംരക്ഷിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ആര് സുരക്ഷ ഒരുക്കും? ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.